നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്റർ മയാമിക്ക് കനത്ത തിരിച്ചടി. അടുത്ത സീസണിൽ MLS വലിയ നേട്ടങ്ങൾ സ്വപ്നം കാണുന്ന മയാമിക്ക് അർജന്റീൻ സൂപ്പർ താരത്തിന് പരിക്കേറ്റത് വലിയ തിരിച്ചടിയായിരിക്കുന്നു. ഫെക്കുണ്ടോ ഫാരിയാസിനാണ് പരിക്കേറ്റിരിക്കുന്നത്. അർജന്റീനയിൽ നിന്ന് വളരെ പ്രതീക്ഷയോടുകൂടി കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് ടീമിലേക്ക് എത്തിച്ചിട്ടുള്ള യുവതാരമാണ് ഫെക്കുണ്ടോ ഫാരിയാസ്. വലിയ ഭാവിയുള്ള താരമായിട്ട് കണക്കാക്കപ്പെടുന്നയാളാണ്. അദ്ദേഹത്തിനാണ് എൽ സാൽവഡോറിനെതിരെയുള്ള കളിക്കിടക്ക് പരിക്കേറ്റിരിക്കുന്നത്. സർജറി ആവശ്യമാണ്. ഈ സീസൺ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് നഷ്ടമാകുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ഇത് ഇന്റർ മയാമി അദ്ദേഹത്തിന്റെ പരിക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. TYC സ്പോർട്സ് അക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അതിൽ അവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ സീസൺ മുഴുവനും അദ്ദേഹത്തിന് നഷ്ടമായേക്കും എന്ന്. എൽ സാൽവഡോറിനെതിരെയുള്ള ഇന്റർ മയാമിയുടെ ആദ്യ പ്രീ സീസൺ മത്സരത്തിൽ സെക്കൻഡ് ഹാഫിലാണ് ഫെക്കുണ്ടോ ഫാരിയാസ് കളിക്കളത്തിലേക്ക് വന്നത്. പിന്നെ ഒരു കളി 67-70 മിനിറ്റിലേക്കൊക്കെ അടുക്കുന്ന ഘട്ടത്തിലാണ് പരിക്കേറ്റ് സ്ട്രെച്ചറിൽ അദ്ദേഹത്തിന് പുറത്തേക്ക് പോവേണ്ടി വന്നത്. ഏതായാലും അദ്ദേഹത്തിന് സർജറി ആവശ്യമാണ്. പിന്നെ ഈ ഇയർ പൂർണ്ണമായിട്ടും ഈ സീസൺ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് നഷ്ടമാകും. ഇന്റർ മയാമിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുത്ത മത്സരം FC ഡല്ലസിനെതിരെയാണ്. കളിത തൊട്ടരികിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമുള്ള മത്സരം, അതായത് 22-ാം തീയതിയാണ് ഡല്ലസിനെതിരെയുള്ള കളി. അതിനുശേഷം അവർ ഏഷ്യയിലേക്ക് പറക്കും. 29-ാം തീയതി അൽ ഹിലാലുമായിട്ട് കളി, ഫെബ്രുവരി 1-ന് അൽ നസറുമായിട്ട് കളി. അങ്ങനെ മികച്ച പോരാട്ടങ്ങളിലേക്ക് അവർ കടക്കുകയാണ്. അതിനിടക്കാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം എന്തായാലും വന്നിട്ടുള്ളത്. യുവ സൂപ്പർ താരത്തെ ഇന്റർ മയാമിക്ക് നഷ്ടമാകുന്നു. അദ്ദേഹം ഈ സീസൺ കളിക്കില്ല എന്നുള്ളത് ആരാധകരെ വലിയ നിരാശയോടുകൂടി കാണുന്നതാണ്. ശരിയാണ്, സൂപ്പർ താരങ്ങൾ വേറെ, ലിയോ മെസ്സിയും ലൂയിസ് സുവാരസും ഒക്കെ ഉണ്ട്. പക്ഷെ യുവ സൂപ്പർ താരങ്ങൾ ടീമിന് ആവശ്യമാണ്. മുന്നോട്ട് പോകണമെങ്കിൽ ചെറിയ പ്രായമായി 21 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ കരിയറിൽ വരുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട പരിക്കാണിത് എന്നാണ് ഇപ്പോൾ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്